ഓണം കഴിഞ്ഞു, ഓണം എക്സാം കഴിഞ്ഞു, ഓണം വെക്കേഷനും കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളെ സൂപ്പറാക്കിയിട്ട് നമ്മൾ വൈബാക്കി നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോയി, മഹാരാഷ്ട്ര ട്രിപ്പൊക്കെ പോയി. അത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, അതെന്നല്ല ഇവിടുത്തെ വിഷയം. ബൈ ദ വൈ, നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ ഓണം ആൻസർ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ചില ആൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ചില ആൾക്ക് മാർക്ക് കുറവായിരിക്കും. പോട്ടെ, ഒന്നും വിഷയമല്ല. ഇപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത എക്സാം പിടിക്കണം. ഒന്ന് പോലെ അടുത്ത് പിടിക്കണം. ഫാസിൽ സാറെ മുമ്പത്തെ ഒരു കൃഷിൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ജൂലൈ 4-ന്. ഓക്കെ, ആ സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു. അത് പോയി, അത് പോട്ടെ, ഇനി അടുത്ത് പിടിക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഓണം എക്സാം കഴിഞ്ഞു, ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമുക്ക് സെറ്റ് ചെയ്യണം. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും എന്ത് ചെയ്തു, ശരിക്കും അണ്ടടിച്ചു പോയി. കാരണം ഇതുവരെ ഇല്ലാത്തൊരു പാറ്റേൺ ആണ് ഈ വർഷം മുതൽ എന്ത് ചെയ്തിട്ടുള്ളത്, പുതുതായി വന്നിട്ടുള്ളത്. ശരിക്കും ഞാൻ എനിക്ക് അപ്പം തന്നെ ഒരു വീഡിയോ ചെയ്ത് കണ്ടത് ഔട്ട് ചെയ്താലെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ വീഡിയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം നിങ്ങൾ പിറ്റേത് വേറെ എക്സാമും പിന്നെ നിങ്ങൾ വെക്കേഷൻ്റെ മൈൻഡിലൊക്കെ ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാനൊരു താല്പര്യപ്പെട്ടത്. സോ ബൈ ദ ബൈ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പാറ്റേൺ രീതികളൊക്കെ എന്ത് ചെയ്താൽ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അത് ഭയങ്കര ഡേഞ്ചർ ആട്ടോ. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഓണം എക്സാമിന് നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടിയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാഘവം മാറ്റി വെച്ച് ക്രിസ്മസ് എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പണി പാളും എന്ന് തീർച്ചയാണ്. 3 വട്ടം പണി പാളും. ഞാൻ ഇത്രത്തോളം ടഫായിട്ട് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് തെളിവുകൾ സഹിതം, പ്രൂഫ് സഹിതം ഞാൻ എന്ത് ചെയ്യാം, ഇവിടുന്ന് വ്യക്തമാക്കി തരാം. ഇനി എല്ലാവരും കുറച്ച് സീരിയസ് ആയിട്ടിരുന്നുള്ളൂ. അതായത് നമ്മളെ ഈ വർഷത്തെ ഓണപരീക്ഷൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഫൈൻഡ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഫോളോവിങ്. ഇതിൽ നിന്ന് കറക്റ്റ് വൺ എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. പൊതുവേ ഒരു ഓണപരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കാറെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ 4 ഓപ്ഷൻസ് തരും. ABCD. ഒരു മിനിറ്റ്, ഓക്കെ, മഞ്ഞെടുക്കാം. ABCD ഇങ്ങനെ 4 എണ്ണം തരും. അതിലേതെങ്കിലും ഒന്ന് എന്തായിട്ടുണ്ടാവും, ശരിയായിട്ടുണ്ടാവും. അത് കറക്റ്റ് മെൻഷൻ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ നോക്കടാ, ഇവിടെ ഇതിൻ്റെ ആൻസർ നോക്ക്. A കറക്റ്റ്. അയ്യോ പോയോ, പോയി. ഓക്കെ, ഒരു മിനിറ്റ്. ഇതാ A കറക്റ്റ്, AC കറക്റ്റ്, AD കറക്റ്റ്, ABCD കറക്റ്റ്. സത്യത്തിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. അതായത് ഇതിൽ ഇങ്ങനെ A കറക്റ്റ്, B കറക്റ്റ്, A ഇൻകറക്റ്റ്, C കറക്റ്റ്, C കറക്റ്റ്, D ഇൻകറക്റ്റ്, അങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ടോട്ടലി എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആകും. സത്യത്തിൽ ഇത് ആരാണ് കറക്റ്റ്, ആരാണ് ഇൻകറക്റ്റ് എന്നുള്ളത്. ഇത് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അതായത് പൊതുവെ ഒരൊറ്റ നോട്ടത്തിൽ വായിച്ച് 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യേണ്ട ഈ ഒരു സാധനം നമ്മളൊരു 2-3-4 മിനിറ്റ് ആ ഒരു ഒറ്റൊരു ക്വസ്റ്റ്യൻസ്, ആ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പിടിച്ചു നിർത്തും. ഭയങ്കര ഡേഞ്ചറാണ്. സമയം പോകും. പിന്നെ മാർക്കാണെങ്കിൽ 1 മാർക്കേ കിട്ടുള്ളൂ. അതിനും അതൊരു പ്രശ്നമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പൊതുവെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇന്നേ വരെ SSLCക്ക് ചോദിച്ചിട്ടില്ല. ഞാൻ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് SSLCയിൽ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ കാണാറ് എവിടെ അറിയോ, PSC, SSC പോലത്തെ UPSC പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിലാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, നിങ്ങൾക്ക് മേ ബി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എന്താണെന്ന് അറിയണ്ടാവില്ല. PSCയിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ഭയങ്കരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നോക്കടാ, അതിലിതേപോലെ തന്നെ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലിതാ 1ഉം 2ഉം ശരി, 1ഉം 3ഉം ശരി, പിന്നെ 2 മാത്രം ശരി, 2ഉം 3ഉം ശരി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെയാണ് ചോദിക്കാറുള്ളത്. ഇനി നോക്കടാ, ഇതും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻസ്. ഇവിടെയും നോക്കടാ, 1ഉം 2ഉം ശരി, 1ഉം 3ഉം ശരി, പിന്നെ 2 മാത്രം ശരി, 1 മാത്രം ശരി, 1 ശരി 2 തെറ്റ്. അങ്ങനെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ മാത്രമേ ഉണ്ടാവാറുള്ളൂ, PSCൻ്റെയും SSCൻ്റെയും ഒക്കെ മെയിൻസ് എക്സാമിനൊക്കെ ഉണ്ടാവാറുള്ളൂ. പ്രിലിംസ് എക്സാമിന് പോലും ഉണ്ടാവാറില്ല. അത്രത്തോളം ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ രീതിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തവണ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മേ ബി ക്രിസ്മസ് എക്സാമിന് ഇതൊന്നും കൂടി ടൈറ്റ് ആവാം, SSLCക്ക് ഇതൊന്നും കൂടി ടൈറ്റ് ആവാം. അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, ശ്രദ്ധാലുവാവണം. കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യണം. അതൊരു നഗ്നമായ സത്യമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, പണി പാളും വിഷയമാണ്. കാരണം കുറച്ച് ടഫ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നോക്കടാ, മറ്റൊരു ക്വസ്റ്റ്യൻ, അസേഷൻ ആൻഡ് റീസൺ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും എവിടെ വന്നിട്ടുണ്ട്, ഈ വർഷത്തെ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നമ്മളെ 3ാമത്തെ ചോദ്യം, ഇത് അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡ്രോ ദ ഇൻഫറൻസ്, മെലാറ്റോണിൻ. 3ാമത്തെ ചോദ്യം, 3ാമത്തെ ചാപ്റ്റർ എന്നാ ഹോർമോൺ ചാപ്റ്ററിൽ, ഹോർമോണിൻ്റെ ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, നോക്കടാ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് നോട്ട് ദ റീസൺ ഓഫ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 2, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. ഇപ്പോൾ ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ, എനിക്കും കൺഫ്യൂഷനായി.
ഇതാ പറഞ്ഞത്. ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്താണ് എക്സ്പ്ലനേഷനാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷനാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് എക്സ്പ്ലനേഷൻ അല്ല, അതൊരു നോർമൽ ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ അത് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ഒന്നിൻ്റെ എക്സ്പ്ലനേഷനാണ് രണ്ടിൻ്റെ എക്സ്പ്ലനേഷനാണ് ഒന്ന്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ പറയുന്ന പേരാണ് എന്ത്, അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് SSLCയുടെ ചരിത്രത്തിൽ ആദ്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SS-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും RRBൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുള്ളൂ. അപ്പോൾ RRB എന്താ സാർ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, റെയിൽവേ എക്സാം, പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ എക്സാം, അങ്ങനെയുള്ള എക്സാമുകളിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളൂ. അതെവിടെ വന്നിട്ടുണ്ട്, നമ്മളെ 10ാം ക്ലാസ്സിൽ SSLC ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോ വേർഷനാണ്. പക്ഷെ എന്ത് ചെയ്യണം, അവിടെയാണ് ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് പഠിക്കണം, കാരണം കുറച്ച് ടഫ് ഉണ്ട്, പാറ്റേൺ ഒക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ വിഷയമാണ്. ഓക്കെ, അപ്പം ഞാൻ പ്രൂഫ് സഹിതം പറഞ്ഞു തരാൻ കാരണം എന്താ അറിയോ, വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ മാറി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇവർ വെറുതെ പറയണേ, ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പറയണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അല്ല, ഞാൻ കണ്ടോ പ്രൂഫ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ആൻസർ കീ ഡിസ്കഷൻ്റെ സമയത്ത് ഞാൻ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ 2-3 തവണ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. കാരണം ഇനി അഥവാ തെറ്റാൻ പാടില്ലല്ലോ, നമ്മൾ തെറ്റ് പറഞ്ഞാൽ പിന്നെ നമ്മളെ എയറിലാവും. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് തന്നെയല്ല ഇതിൻ്റെ ആൻസർ, കാരണം നമ്മൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, സ്വാഭാവികമാണ്. ഓക്കെ, ഇനി വേറൊരു രസം, അതിലും വലിയ കോമഡി നോക്കടാ. പൊതുവേ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ചിത്രം വരക്കാൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും, ചിത്രം വരക്കാണ്ടാവും, ചിത്രം വരക്കണതിന് 1 മാർക്കാണ്, വെറുതെ സ്കെച്ച് എടുത്താൽ മതി, വെറുതെ 1 മാർക്ക് കിട്ടും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്. പക്ഷേ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പരീക്ഷയ്ക്ക് ഇതാ ഇങ്ങനൊരു വാക്ക് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നോ നീഡ് ടു ഡ്രോ ഫിഗർ. നോ നീഡ് ടു ഡ്രോ ഫിഗർ, ഫിഗർ വരക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഫിഗർ വരച്ചാലും നിങ്ങൾക്ക് 1 മാർക്കും കിട്ടൂല. അപ്പോൾ ഫിഗർ വരക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് വെറുതെ 1 മാർക്ക് അവർ തരുന്നില്ല. ഓക്കെ, പഠിച്ചവന് മാത്രം എന്ത് കിട്ടിയാൽ മതി, മാർക്ക് കിട്ടിയാൽ മതി. നോക്കടാ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം, നെയിം ദ പാർട്ട് ലേബിൾഡ് 1 and 2. 1ഉം 2 എന്ത് ചെയ്യുക, ലേബൽ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ചിത്രം വരച്ചാൽ മാർക്ക് ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ പേര് എഴുതി കൊടുത്താൽ തന്നെ എന്തുള്ളൂ, നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതൊരു പ്രശ്നം. അപ്പോൾ വെറുതെ അവിടെ 1 മാർക്ക് പോയില്ലേ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നു. ഇനി ഈ ചിത്രം, ഇത് വേറൊരു രസം. ഇത് സിമ്പിളാണ്, നല്ലൊരു അടിപൊളി ചോദ്യമാണ്. പക്ഷെ ഇതിൽ രസകരമായുള്ളൊരു വസ്തു എന്താണെന്ന് ചോദിച്ചാൽ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കണം, നെയിം ദ ഗ്ലാൻഡ് ഓഫ് ഇൻഡിക്കേറ്റഡ് എക്സ്. ഈ എക്സ് എന്ന് പറയുന്ന ഗ്ലാൻഡിന് എന്ത് ചെയ്യണം, നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറയുന്ന ഈ ഗ്ലാൻഡിന് എന്ത് ചെയ്യുക, നിങ്ങൾ മെൻഷൻ ചെയ്യണം. ആൻഡ് ഹോർമോൺ ഇറ്റ് പ്രൊഡ്യൂസസ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണും നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ രണ്ടാമത്തെ ചോദ്യം, അണ്ടർ വിച്ച് കണ്ടീഷൻ ഈസ് ദിസ് ഹോർമോൺ യൂഷ്വലി പ്രൊഡ്യൂസ്ഡ്. ഏത് കണ്ടീഷനിലാണ് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻ ഓഫ് ദിസ് ഹോർമോൺ. ഈ ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്ത്, അതാണ് മൂന്നാമത്തെ ചോദ്യം. ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടിക്ക് ഈ എക്സ് എന്താണെന്ന് അറിയില്ല വിചാരിക്കും. ഒരു കുട്ടിക്ക് ഈ എക്സ് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഫാസിൽ സാറിന് ഈ എക്സ് എന്താണെന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ ഫാസിൽ സാർ ഒന്നാമത്തെ ആൻസർ എന്തായാലും എഴുതാൻ പറ്റില്ല, കാരണം എക്സ് അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണും കിട്ടൂല, കാരണം എക്സ് അറിഞ്ഞാലല്ലേ എക്സ് ഹോർമോൺ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നിൻ്റെ ആൻസർ കിട്ടൂല. ഇനി അണ്ടർ വിച്ച് കണ്ടീഷൻ ദിസ് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ്, അതാണ് രണ്ടാമത്തെ ചോദ്യം. അത് ഏത് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടാനാ, കാരണം എക്സ് അറിയില്ല. ആദ്യം എക്സ് എന്താണെന്ന് അറിയണമല്ലോ, എന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് രണ്ടാമത്തെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ ഫംഗ്ഷൻ എക്സ് അറിയില്ല, അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ കിട്ടുമോ? ഇല്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ആൻസർ ഒരാൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയെങ്കിൽ അയാൾക്ക് 2ഉം കിട്ടില്ല, 3ഉം കിട്ടില്ല, ഒരു കുന്തവും കിട്ടില്ല. പക്ഷെ ഒന്നാമത്തെ ആൻസർ അറിയുന്ന ഒരു കുട്ടിക്ക് മേ ബി എന്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്, 2ഉം 3ഉം ചാൻസ് ഉണ്ട്. പക്ഷെ ഒന്നറിയാത്ത ആൾക്ക് ഒന്നും കിട്ടൂല. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത്തെ ആൻസർ ഒരാൾക്ക് അറിയില്ല, അയാൾക്ക് 2ൻ്റെയും കിട്ടില്ല, 3ൻ്റെയും കിട്ടില്ല. എന്ന് വെച്ചാൽ അറ്റ് എ ടൈമിൽ 3 മാർക്ക് നഷ്ടം. 3 മാർക്ക് നഷ്ടം. പൊതുവെ ചോദ്യം എങ്ങനെ വരാററിയോ, ഇപ്പോൾ റേറ്റ് ദ ഫംഗ്ഷനോ റേറ്റ് മെൻഷൻ എക്സ് മെൻഷൻ ചെയ്യാൻ പറയും. എന്നിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഗ്ലാൻഡ്, ഇപ്പോൾ ഇത് എന്താണ് പാരാതൈറോയിഡാണ്, എന്നിട്ട് എന്ത് ചെയ്യും, തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ തൈമസിൻ്റെ ഫംഗ്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ തൈമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കാറ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരു സാധനം മെൻഷൻ ചെയ്യാൻ പറയാം, അതിൻ്റെ ഹോർമോൺ ചോദിക്കുക, അതിൻ്റെ ഫംഗ്ഷൻ ചോദിക്കുക, അത് ഏത് കണ്ടീഷനിലാണെന്നുള്ളത് ചോദിക്കുക. അതായത് കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതൊരാൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളത് കിട്ടില്ല, അതിൻ്റെ താഴെയുള്ളത് കിട്ടില്ല, ഒന്നും കിട്ടില്ല. അതെന്താ, അപ്പോൾ അതിങ്ങനെ ഒരു കണക്ഷനിലൂടെയാണ് വരുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. ഡീപ്പ് സ്റ്റഡി മാത്രമേ ഇനി എന്തെയുള്ളൂ ഒരു ഓപ്ഷനുള്ളൂ. അല്ലാതെ ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് വെറുതെ ഇങ്ങനെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് 2-3-4 വാക്കുകൾ ഇങ്ങനെ വായിക്കുക, അത് മതി, ഞാൻ സാറ്റിസ്ഫൈഡ്, എനിക്ക് മാർക്ക് കിട്ടും. ആ പരിപാടി ഇല്ല. ആ പരിപാടിയുടെ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, ഗുരുതരമാണ്. സോ ഇനിയും ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. ഇതിനാകെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ലൈവുകളൊക്കെ കൃത്യമായിട്ട് കേൾക്കുക, നമ്മളെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനെ ഒരു ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. സോ
പേടിപ്പിച്ചോ ഇല്ലല്ലോ പോട്ടെ. അത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ക്രാക്ക് ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു പോകും. നോ ടെൻഷൻ, നോ വറി. കൂടെ ഉണ്ടാവും എജുപോർട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ.